you're given, that's how we live it. Don't be mad at the system, it's simply how we've existed. I hear a lot of people talking like they politicians and ഹലോ മച്ചാമാരെ, കുറച്ച് ഡിലേ പറ്റിപ്പോയി. എന്നാലും കുഴപ്പമില്ല. എല്ലാവരും ആൾക്കാരൊക്കെ നമ്മുടെ പൊച്ചിങ്കി ഇന്ന് എന്താ പറയുക ഫുള്ളി കളർഫുൾ ആക്കിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ 4 പാടും ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഏതൊക്കെയാ ആട്ടി പൊട്ടാൻ പോകുന്ന ഇവിടെ പറയാൻ പറ്റില്ല. കാരണം മൊത്തത്തിൽ നിറഞ്ഞ് കിടക്കുകയാണ് ഇവിടെ പൊച്ചിങ്കി. എനിക്കൊന്ന് കിൽഫീൽഡിൽ വരുന്ന പേര് മാത്രമേ എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ പറ്റും. ഫുള്ളി കളേർഡാണ്. കാരണം പുതിയ അപ്ഡേഷൻ ഏതായാലും ഇന്ന് വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഫുള്ള് സെറ്റായി. കുറേ ആൾക്കാർ ഇന്ന് ആകെ 37 പേര് നമുക്ക് ജോയിൻ ആയിട്ടുണ്ട്. അങ്ങനെ 13 ടീംസ് ടോട്ടൽ 37 പേര് അടിപൊട്ടിക്കൊണ്ടിരിക്കുന്നു. ടീം നമ്പർ 6 1, ദെൻ നമ്മുടെ ടീം നമ്പർ 18, അതുപോലെ ടീം നമ്പർ 8, പിന്നെ ഒരു ടീം നമ്പർ 19 കൂടി എന്താ വെച്ചാൽ പറയാം. അങ്ങനെ 5 ടീംസാണ് നമ്മുടെ പൊച്ചിങ്കിയിൽ നിന്ന് ഫുള്ളി എന്താ പറയുക സ്കോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ടീം നമ്പർ 1 നമ്മുടെ റോക്കി മച്ചാൻ, ദെൻ കിങ് ബ്രോ. ഇതാണ് എന്താണ് പരിപാടി? ഓക്കെ ഇവിടെ ബീസ്റ്റ്, ദെൻ വിസാർഡ് ഉണ്ട്. അതുപോലെ ടീം നമ്പർ ഓക്കെ അടിപൊട്ടിയിരിക്കുന്ന നമ്മുടെ വിസാർഡ് വേണ്ടിയിട്ട് നമ്മുടെ നഗറ്റിന് നല്ലൊരു എന്താ ഒരു സ്പ്രേ ആണ്, ഉസി വെച്ചുള്ള നല്ലൊരു സ്പ്രേ. നമ്മുടെ പൈമച്ചൻ ഓടിപ്പോണ്ട്. അഥവാ ബിരിയാണി കിട്ടിയാലോ. അടിപൊട്ടിയിരിക്കുന്ന നമ്മുടെ കിങ്, നമ്മുടെ റോർ മേജർ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കിങ്ങിനെ തിരിച്ചും പണിയെടുത്തു. നമ്മുടെ പൈ അടി കൊടുക്കുന്നു ഓടുന്നു. നഗറ്റിനെ നമ്മുടെ റോക്കി മച്ചാൻ അടിച്ചിട്ടതുണ്ട്. അങ്ങനെ 2 പേര് നോക്കാണ്. ഇതേ ഒരാൾ പറന്നു വരുന്നത്. ആകെ പുകയൊക്കെ കാണുന്നത്. നഗറ്റിനെ ക്ലിയർ കൂടെ ചെയ്യുന്നുണ്ട് മച്ചന്മാരെ. പൈ ഇപ്പോഴാണ് റീലോഡൊക്കെ ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം എടുക്കും. ഇവിടെ MR വിച്ചു വീണ്ടും അടിക്കിട്ടിരിക്കുന്നുണ്ട്. പൈ മച്ചാൻ ക്ലിയർ ചെയ്തിരിക്കും. എനിക്ക് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ്, കാരണം ഒരാളെ തീർത്തിരിക്കും. ക്ലിയർ ആയിട്ടില്ല. ഓക്കെ ക്ലിയർ ആയി. നമ്മുടെ പൈ വീണിട്ടുണ്ട്. നമ്മുടെ വിസാർഡ് തിരിച്ചും പണി കൊടുത്തു. അതുപോലെ ടീം നമ്പർ 6 MR വിച്ചു നമ്മുടെ റോർ മേജർ എസ്സേനെ എടുത്ത് പൊക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു നേടിട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഒരു നേടോ ഒരു ഡയറക്റ്റ് പുഷാണെന്ന് എനിക്കറിയില്ല. വിച്ചു പോകുന്നു, നോക്കാവുന്നു, തിരിച്ചു വരുന്നു, അടികൊള്ളുന്നു, വരുന്നു. ഓക്കെ ടീം നമ്പർ 6 ഇവിടെ വൈപ്പാനുള്ള ചാൻസ് ഉണ്ട് മച്ചന്മാരെ. വൈപ്പായിട്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ സീസെറ്റ് നമ്മുടെ മച്ചാൻസ് കമ്പനിയുടെ വിസാർഡ്സ് ലാസ്റ്റ് ആ ഒരു വിസാർഡായിരുന്നു എനിക്കൊന്നും ആദ്യം വീണത്. പക്ഷെ മച്ചാൻ തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന് പക്ഷെ പണി കൊടുക്കാൻ വേണ്ടി ടീം നമ്പർ 8 ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് വൈപ്പാകുന്ന ടീംസ് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ മെയിൻ സ്ക്വാഡ് ഇവിടെ തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടീം നമ്പർ 8 നമ്മുടെ കമാൻഡോസിൻ്റെ എനിക്ക് തോന്നുന്നു എഡ്ജർ വേറെ സ്ക്വാഡിലായോ. എഡ്ജർ ഇവിടെ വന്നില്ലേ? നേരത്തെ എഡ്ജറിനെ കണ്ടിരുന്നു, പക്ഷെ അത് MRN കൊലയാളി ഇവിടെ കയറിയിരുന്നു. കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല മച്ചാൻ. വേറെ സ്ക്വാഡിലായാലും ഇന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി. കാരണം ആൾക്കാർ കുറേ പുതിയ മാപ്പൊക്കെ വന്നു, അപ്ഡേഷനൊക്കെ വന്നുകൊണ്ട് കുറേ ആൾക്കാർ അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊട്ടാൻ പോകുന്നത് നമ്മുടെ ടീം നമ്പർ 19 വേഴ്സസ് 18 ആയിരിക്കും. 18ഉം 19ഉം വാഴ നമ്മുടെ മാക്സ് പെയിൻ ബ്രോ ഇരിക്കുന്നുണ്ട് ഇവിടെ. നല്ല കട്ടൊക്കെ സാൻഡ്വിച്ചായി നിൽക്കുന്നത്. ഓക്കെ 4 ടീംസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 4 ടീംസാണ് മച്ചന്മാരെ പൊളിക്കാൻ വേണ്ടിയിട്ട്. പൊച്ചിങ്കി മൊത്തം അടിപൊട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മാക്സ് പെയിൻ നമ്മുടെ രത്തുൻ ദാസിനെ അടിച്ചിരിക്കുന്നു. നോക്ക് ക്ലിയർ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നിജിൻ മച്ചാൻ എനിക്കൊന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഡയമണ്ട് ആണോ ഡിമാൻഡ് ആണോ എന്നറിയില്ല മച്ചാൻ. നമ്മുടെ 47 മച്ചാൻ. പക്ഷെ ഒരാളിവിടെ വരുന്നു, അടിക്കുന്നു, ഇതേ ക്ലിയർ ചെയ്യുന്നു. ഒന്നും മനസ്സിലായില്ല. ഇറ്റ്സ് മീ അശ്വിൻ മാത്രം ബാലൻസ് ഉണ്ട്. ആളി എന്താണ് സംഭവിച്ചത് അവിടെ ആരുടെ പടക്കം പൊടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആളി. അതിനിടയിൽ നമ്മുടെ ജോൺ വിക്ക്, നമ്മുടെ കിറ്റ്കാറ്റ് നമ്മുടെ ജോൺ വിക്ക് അടിച്ചിട്ടുണ്ട്. നമ്മുടെ DS മാരിയോ. ഓക്കെ ടീം നമ്പർ 1 അടിപൊട്ടിക്കൊണ്ടിരുന്നു മച്ചന്മാരെ. ടീം നമ്പർ 1 വേഴ്സസ് ലാറ്റ്സ്മാൻ ഇറ്റ്സ് മീ അശ്വിൻ ആണ്. എൻ്റെ അമ്മ 1 HP. ഓക്കെ നമ്മുടെ മച്ചാൻ ഇവിടെ വീണിട്ടുണ്ട്. ഇനി അടുത്ത ആരിലേക്ക് പോവും? അതിനിടെ ടീം ഇവിടെ കട്ടക്കടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടീം നമ്പർ 1 എൻ്റെ മോനെ വിഷയം ഗെയിം പ്ലേ. ടീം നമ്പർ 1 ഇവിടെ തീർന്നു. ടീം നമ്പർ 8ൻ്റെ മുന്നിൽ ഇത് കാണാൻ പറ്റിയില്ല. നമ്മുടെ മാരിയോ വീണിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 3 പേര് നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ടീം നമ്പർ 1 നമ്മുടെ മച്ചാൻസ് കമ്പനിയുടെ അടിച്ചങ്ങ് തകർത്തിട്ടുണ്ട്. അപ്പുറത്ത് ഒരു അടി നടക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലായിരുന്നു. ഡെഡ്ലി 47 വേഴ്സസ് ടീം വിയർഡോസ് ആയിട്ടുള്ള ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. സോറി മച്ചന്മാരെ ഫൈറ്റ് എനിക്ക് കാണാൻ പറ്റിയില്ല. ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ MRN കൊലയാളി റോളോ മച്ചാൻ, നമ്മുടെ സോൾ, പിന്നെ നമ്മുടെ മാരിയോ മച്ചാൻ എന്താ പറയുക വിട വാങ്ങിയ വിവരം പറയുന്നുണ്ട്.
ഓക്കെ, ഇനി ഏകദേശം ഫൈറ്റ് ഉണ്ടാവും അവിടെ. അങ്ങനെ ടീം നമ്പർ 2 വേഴ്സസ് 3 വേഴ്സസ് 5 ചെറിയൊരു അടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ജോൺ വിക്ക് വീണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജോൺ വിക്കിന് ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷെൽട്ടറിലേക്ക് ടീം നമ്പർ 5 ഇവിടെ വന്നേക്കുന്നുണ്ട്. ഷെൽട്ടർ ഫുള്ളി ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കിറ്റ് കാറ്റും സംഘം നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ എ ടീമാണ്. അതുപോലെ ടീം നമ്പർ 3 ഒരാൾ ദേ അങ്ങ് മലയിൽ കിടക്കേണ്ട, ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മച്ചാൻ്റെ ടീമായിട്ട് നമ്മുടെ ജോൺ വിക്ക് എനിക്ക് തോന്നുന്നു നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് പറഞ്ഞു കേട്ടു. മച്ചാൻ തീർന്നിട്ടുണ്ട്. എനിവേ കുഴപ്പമില്ല. അങ്ങനെ ഇനി 10 ടീംസും 23 പേരുള്ള ഈ ഒരു ഗെയിം പ്ലേ മിക്കവാറും ലാസ്റ്റ് ഒരു കുറച്ച് പേര് ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ഡോസ് 20യുടെ അടുത്തൊരു വണ്ടി പോകുന്നുണ്ട്. ടീം നമ്പർ 5 ആണ്. ഏതായാലും നമുക്ക് ഒന്ന് പോച്ചിങ്കി വരെ പോയിട്ട് വരാം. കൊച്ചിങ്കിൽ ഇനി അടി നടക്കുമോ? അവിടെ ഒപ്പേ മിസ്റ്റിക്, അതുപോലെ നമ്മുടെ വാഴ മാക്സ് പെയിൻ മച്ചാൻ. എനിക്കൊന്ന് ഇവിടെ 3/4 ആണ്. കാരണം നമ്മുടെ മച്ചാൻ്റെ പേര് ഡിമാൻഡ് 47 ആണോ അല്ലെങ്കിൽ ഡയമണ്ട് 47 ആണോ മച്ചാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല. ഏതായാലും കുഴപ്പമില്ല. മച്ചാൻ പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ മിസ്റ്റിക് മച്ചാൻ നല്ലൊരു മൂവിയുണ്ട്. എനിക്കൊന്നും അവിടുന്ന് ഒരു റഷ് വന്നാലും ഓക്കെ. നമ്മുടെ സോളിന് എനിക്ക് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. 1 HP ഇല്ല 1 HP ആയിട്ടില്ല, അടി കൊണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ആളേതായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ബാക്കിയുള്ളവർ കണ്ടില്ല. ടീം നമ്പർ 2 നമ്മുടെ DGX പാന്തർ, അനീഷ് ലാൽ, DGX സാൻഡർ ഉണ്ട്. ഇന്ന് നമ്മുടെ MR വിച്ചു ടീം നമ്പർ 6 ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടീം നമ്പർ 3 DGX മാഡ് മാത്രമേ ഉള്ളൂ. ജോൺ വിക്ക് ഇവിടെ തീർന്നിട്ടുണ്ട്. മച്ചാൻ്റെ കൂടെ കുറേ ടീമേറ്റ്സ് അവിടെ വന്ന് വെക്കാണ്ടായിരുന്നു, പക്ഷെ ആരും പിന്നെ കയറിയില്ല. അതുപോലെ തന്നെ DGXൻ്റെ മെയിൻ സ്ക്വാഡാണ്, പക്ഷെ ബാക്കി ആരും ഇല്ല. കുറേ പേർക്ക് ഞാൻ ഇൻവൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ആരും വന്നിട്ടില്ല. ടീം നമ്പർ 5 നമ്മുടെ NCK, PS, ദെൻ നമ്മുടെ കിറ്റ് കാറ്റ്, ഫിൻ ബാലർ, നമ്മുടെ സോൾ മച്ചാൻ ചെറുതായിട്ട് അടിക്കിട്ടുണ്ട്. നല്ലൊരു നീഡ് അവിടെ പോയി വീണ് കഴിഞ്ഞാൽ പൊട്ടി കഴിഞ്ഞാൽ ആരും അറിയില്ല. അതുപോലെ തന്നെ ടീം നമ്പർ 8 നമ്മുടെ കമാൻഡോസിൻ്റെ മച്ചന്മാർ നിൽക്കുന്നുണ്ട്. നമ്മുടെ റോളോ സോൾ, MRN കൊലയാളി, നമ്മുടെ DS മാരിയോ മച്ചാൻ തീർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ടീം നമ്പർ 9 ഡോസ് 20 ഉള്ളൂ. ടീം നമ്പർ 10 നമ്മുടെ ബ്ലേസ്. എൻ്റെ മോൻ ഇതെന്താണ് നേട് മഴയോ? ഇത്രമാത്രം നേട് ഇവിടെ കിട്ടി ഇവർക്ക്. ഇന്നെങ്ങാറ്റും പൊട്ടിക്കുമോ? എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ടീം നമ്പർ 9 നമ്മുടെ ഡോസർ 20 ഇവിടെ പാമ്പ് കിടക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശം മനസ്സിലായത്? നമ്മുടെ പ്ലീസ് ലൂങ്കി ഇവിടെ വണ്ടി എടുത്തിട്ട് മച്ചാൻ സോളോ ആണ്. ടീം നമ്പർ 12 നമ്മുടെ ലീ ക്രൂൻ്റെ ആൾക്കാരാണ്. നമ്മുടെ ഡെമോൺ ബാഡ് ബോയ്, ഫ്ലെയിം ബോയ്, നമ്മുടെ ലീ ഷാഡോ ഉണ്ട്. ബാക്കിയുള്ളവരാരും ഇല്ല. ടീം നമ്പർ 15 ഇന്ന് RJയും എവിൾ പവൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ടീം നമ്പർ 17 അവിടെ ഷാരോൺ മച്ചൻ മാത്രമേ ഉള്ളൂ. KL74 വേണ്ടി നമ്മുടെ 15 ഗെയിം ഓവേഴ്സിന് മച്ചന്മാരാണ് പറയാൻ മറന്നുപോയി. അതുപോലെ തന്നെ ടീം നമ്പർ 17 നമ്മുടെ TBZ ഷാരോൺ മാത്രമേ ഉള്ളൂ. മച്ചാൻ്റെ ടീംമേറ്റ്സ് ഒക്കെ ആയിട്ടുള്ള എന്താ പറയുക ബാക്കിയുള്ളവർ, അതായത് CM കുമാർ, നമ്മുടെ KL74 ജീൻ മോട്ടുള്ള അവരൊക്കെ എന്താ പറയുക പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്തു പോയി. അത് അപ്ഡേറ്റ് ചെയ്തു. അതുകൊണ്ട് അവർക്ക് ഏതായാലും റൂമിലോട്ട് കയറാനും പറ്റില്ല. പിന്നെ റാൻഡമായിട്ട് എനിക്ക് സെലക്ട് ചെയ്യാനും പറ്റില്ല. അവർക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ മച്ചാൻ. ടീം നമ്പർ 18 അവിടെ ഡെഡ്ലിയുടെ സ്ക്വാഡാണ്. വാഴ, മാക്സ് പെയിൻ, അവിടെ ഒബൈ X4G. ഓക്കെ, അവിടെ ഡിമാൻഡ് ആണോ ഡയമണ്ട് ആണോ മച്ചാൻ? ഡയമണ്ട് എന്നാണ് ഉദ്ദേശിക്കുക. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഡയമണ്ട് 47, ഒബൈ മിസ്റ്റിക്. എനിവേ കുഴപ്പമില്ല. ടീം വൈപ്പായ ടീംസ് നമ്മുടെ മച്ചാൻസ് കമ്പനി ഇവിടെ വൈപ്പായിരുന്നു. ടീം നമ്പർ 6 ആൻഡ്രോയിഡ് ടീമിനെ ഇവിടെ വൈപ്പായി. അതുപോലെ ടീം നമ്പർ 19 നമ്മുടെ വിയർഡോസിനെ മച്ചാൻ പറയാം. അങ്ങനെ 3 ടീംസ് ഇവിടെ വൈപ്പായില്ല. അങ്ങനെ 13 ടീംസിൽ തുടങ്ങിയ ഗെയിം പ്ലേ ആയിരുന്നു. എനിവേ 23 പേരും 10 സ്ക്വാഡുമായിട്ട് കളിയുടെ ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ഏതായാലും വീണ്ടും ഒന്നും തരാം. നമ്മുടെ DGX പാന്തർ ആൻഡ് മച്ചന്മാർ അതിനായിട്ട് നോക്കി ഏതായാലും ടീം നമ്പർ 8 പോയിട്ട് വരാം. അവിടെ വല്ല നടക്കും എന്ന്. നല്ലൊരു പണി കൊടുക്കാം. കുമ്മനടിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ടീം നമ്പർ 12 നമ്മുടെ ലീ ക്രൂ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ലാസ്റ്റ് സ്ഥലത്തെത്തി. ഇതിനപ്പുറം പോകാൻ സ്ഥലമൊന്നുമില്ല മച്ചന്മാർ. ഏകദേശം എനിക്കൊന്ന് സോളിന് അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വാഴ മച്ചാൻ മിക്കവാറും പണിയാവോ?
ആർച്ചി നമ്മുടെ ഡോസർ 20 അടിച്ച് പുകയാക്കിയിട്ടുണ്ട്. ഏതായാലും റോളോ നോക്കായിരുന്നു വെച്ചാൽ ഇനി അടി പൊട്ടാൻ പോകുന്ന അവിടെ വാഴ മാക്സ് പെയിൻ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിസ്റ്റിക് മച്ചാൻ റോളോനെ ക്ലിയറോട് ചെയ്തിട്ടുണ്ട്. ഇനി 2 പേരേ ഉള്ളൂ, 2 പേര്. നമ്മുടെ സോൾ മച്ചാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ചാങ്കോ വിട്ടോടാ, ഇവിടെ നിന്നൊക്കെയോ അടി വരുന്നടാന്ന് പറഞ്ഞില്ല. സോൾ മച്ചാൻ ഓടിക്കൊണ്ടിരിക്കുന്നു, ഓട്. അതുപോലെ തന്നെ നമ്പർ 12 മച്ചാന്മാർ നൈസായിട്ട് കൊമ്മനടിക്കാൻ വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു നല്ലൊരു തേർഡ് പാർട്ടി ചെയ്യുന്നത് കാരണം എന്താ പറയുക, ഈ ഒരു ഫൈറ്റൊക്കെ ഉള്ള സമയത്ത് ഇവിടുന്ന് തേർഡ് പാർട്ടി ചെയ്താൽ ഞാൻ മെയിനായിട്ടുള്ള സ്കോഡ് അങ്ങ് തീരും. ലീ ഷാഡോ നോക്കുന്നുണ്ട്. നമ്മുടെ ഡെമോൺ ബാഡ് ബോയ് നല്ലൊരു പ്ലേസ് ആണ്, നല്ലൊരു പ്ലേസ് ഇതെന്ന് പറഞ്ഞാൽ. കാരണം എല്ലാവരും ഏരിയയും കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ AKM ഒക്കെ കൈവച്ച് കഴിഞ്ഞാൽ പണിയാണ്. നോക്കി ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ വാഴ മാക്സ് പെയിൻ നമ്മുടെ സോൾ മച്ചാനെ നോക്കാക്കിയിട്ടുണ്ട്. ഇനി ഒരാളേ ഉള്ളൂ അവിടെ ലാസ്റ്റ് മായി നമ്മുടെ MRN കൊലയാളി. അങ്ങനെ ഒരു പച്ചപ്പൊക്കെ 2 പച്ചപ്പൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫ്ലെയിം ബോയ് നമ്മുടെ ഡയമണ്ട് 47 അടിച്ചിട്ടുണ്ട് മച്ചാനെ. കില്ല് ഇവിടെ കൺഫേം ചെയ്ത് നൈസായിട്ട് കൊമ്മനടിച്ചിട്ടുണ്ട് മച്ചന്മാർ. തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ കട്ടിക്ക് തേർഡ് പാർട്ടി ചെയ്ത്. ഏതായാലും എല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ നിന്നിട്ടില്ല, ഒരുമിച്ച് ഫൈറ്റ് എടുക്കാൻ നിന്നിട്ടില്ല. ഏതായാലും ബാക്കിയുള്ള ടീംസ് ഡെഡ്ലിയുടെ സ്കോഡ് എനിക്കൊന്ന് ഹീല് ഒന്നുമില്ല മച്ചന്മാർ, ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരാളെ തീർത്തിട്ടുണ്ട്. 3x3 ആണ് ഇനി മിക്കവാറും ഫൈറ്റിനുള്ളത്. നമ്മുടെ ഫ്ലെയിം ബോയ് റൊട്ടേറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. മിസ്റ്റിക് മച്ചാൻ എന്ന് പറഞ്ഞാൽ ഒബേ മിസ്റ്റിക് മച്ചാൻ വേറെ ലെവൽ. ഫുള്ളി നേഡിങ് ഒക്കെയാണ്. സ്വന്തം നേടിൽ വീണിട്ടുണ്ട്. അടിപൊളി, അടിപൊട്ടുന്നു. അവിടെ ഫ്ലെയിം പോയി 2 നോക്കിട്ട് വെച്ചാൽ ഒബി മിസ്റ്റിക്കിനെ നമ്മുടെ വാഴ മാക്സ് പെയിനെ അടിച്ചിട്ടുണ്ട്. ഇനി ഒരാളേ ഉള്ളൂ ഇവിടെ, നമ്മുടെ ഒപ്പി 4G. നമ്മുടെ ഡെമോൺ ബാഡ് ബോയ് ഇത് വർക്കൗട്ട് ആവുമോ? നൈസായിട്ട് 1 HP ചെറുതായിട്ട് പണി കിട്ടി. നമ്മുടെ ബാഡ് ബോയിൻ്റെ ആ ഒരു ഇത് വർക്കൗട്ട് ആയില്ല. ഇനി ഡയറക്റ്റ് കയറി പുഷ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ബാക്കിയുള്ളവരൊക്കെ അവിടെ പെട്ട് കിടക്കുന്നു. വീണ്ടും അടി കൊള്ളുന്നു പോകുന്നു. ഇതിൽ നടക്കും എന്ന് അവിടെ ഒരു നേരിട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ നേടൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും അളിയോ നേട് വരുന്നടാ കുട്ടാ. എവിടെ വീണിരിക്കുന്നു. അങ്ങനെ പച്ചപ്പുക, വീണ്ടും ഒരു പച്ചപ്പുക. നമ്മുടെ വാഴ മാക്സ് പെയിൻ, നമ്മുടെ ഡെമോൺ ബാഡ് ബോയ് നമ്മുടെ മച്ചാൻ തന്നെ തിരിച്ച് നോക്കാക്കിയ ഞാൻ തന്നെ ക്ലിയർ ചെയ്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡെമോൺ ബാഡ് ബോയ് നല്ലൊരു നേട്. കാരണം ആ സ്പോട്ട് ചെയ്ത് എന്താ പറയുക സെറ്റായിട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോച്ചിങ്കി ഫുള്ളി വൈപ്പായിട്ടുണ്ട്. ഇങ്ങനെ 6 സ്കോഡ് ഇവിടെ ടോട്ടൽ 6 സ്കോഡാണ് എത്തിയത്. ലാസ്റ്റ് കൊമ്മനടിക്കാൻ വേണ്ടി വന്ന ടീം 12 അടക്കം 6 സ്കോഡാണ് മച്ചാന്മാർ ഇവിടെ എത്തിയത്. ഇങ്ങനെ 6 പേരിൽ 5 പേരെയും തകർത്തടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ തീർന്നിരുന്നു പോയി. അങ്ങനെ 7 ടീംസും 15 പേരുമായിട്ട് ടീം ആ ഒരു ഗെയിം പ്ലേ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ടീം നമ്പർ 2 DJX പാന്തർ ഇവിടെ കിളിപോയിട്ടിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഗ്ലിച്ച് നല്ലൊരു ഗ്ലിച്ചാണ്. കാരണം നോക്കി ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലേ. DJX പാന്തർ ഇവിടെ നൈസായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ സാംറ്റാർ മച്ചാൻ എനിക്ക് തോന്നുന്നു ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരാത്ത ലൂട്ടാണ്. അവനില്ലാത്ത ഗണ്ണിൻ്റെ ഒക്കെ ലൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് അനീഷ് ലാലിൽ നിന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. അനീഷ് ലാൽ എനിക്ക് തോന്നുന്നു വന്നത് മുതൽ ഈ ഒരു നിത്താണ് ഇവിടെ തന്നെയാണെന്ന് തോന്നി ഇറങ്ങിയത് മച്ചാൻ. കാരണം അനീഷ് ലാലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം മച്ചാന് ആ ഒരു സൗണ്ടിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട്. ടീംമേറ്റ്സിനോട് സംസാരിക്കാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെ കയറി ഈ ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കല്ലേ. കാരണം എനിക്ക് വരുന്ന അടിച്ചിരുന്ന് പോകുന്നു പൊളി. ഓക്കെ വെച്ചാൽ പറയേ അങ്ങനെ 7 ടീംസും 15 പേരേ ഉള്ളൂ. ഈ ഒരു സോൺ ഇവിടെ ഷ്രിങ്കായി രണ്ടാമത്തെ ഒരു ഷ്രിങ്കായി നടക്കുന്ന ഒരു സമയത്തേ എനിക്ക് തോന്നുന്നു അടുത്തൊരു ഫൈറ്റിനുള്ള ചാൻസ് ഉള്ളൂ. കാരണം ഇത്രയും ആൾക്കാർ, ഏതായാലും ആൾക്കാർ കുറഞ്ഞുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. കാരണം ആൾക്കാർ പുതിയൊരു വേർഷൻ പെട്ടെന്നുള്ളൊരു ഏതായാലും ഒന്ന് എന്താണ് അവസ്ഥ കാണാൻ നമുക്ക് അറിയേണ്ട വിചാരിച്ചുകൊണ്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മളെ പഴയ വേർഷനുള്ള ആൾക്കാർക്ക്
അതിന് അവരെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഗെയിമിൽ കളിക്കാനോ പറ്റില്ല. അതാണ് ഇവിടെയും കുറേ പേർക്ക് പറ്റിയത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല അച്ഛന്മാരെ, ബാക്കിയുള്ളവരെ ഏതായാലും സപ്പോർട്ടുണ്ടല്ലോ. ഇനി അടുത്ത ദിവസം മിക്കവാറും എല്ലാവരും ചെയ്യും. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്ഡേഷൻ ചെയ്യേണ്ടത് ഒരു ലാസ്റ്റ് ഡേറ്റ് വരുന്ന 14th ആണ്. ഈ 14-ാം തീയതി വരെ ഉണ്ടാവും. ഒരു 14-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരും നിർബന്ധിതമായിട്ട് ഇത് ചെയ്യേണ്ടി വരും. അഥവാ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാൻ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണ് സീൻ എനിക്കറിയില്ല. നമുക്ക് DGX മാഡിനെ കണ്ടിട്ട് DGX മാഡ് ഇതെന്താണ് അവസ്ഥ? പച്ച 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 ബൾബുകൾ എന്നാണ്. ഓക്കെ, ഏതായാലും ശരിയായിട്ടുണ്ട്. എന്തൊക്കെയോ സംഭവിച്ചു പബ്ജിക്ക്, എന്തൊക്കെയോ സംഭവിച്ചു ഗൈസ്, അടിച്ചു പോയി ഗൈസ്. നമ്മുടെ NCK മച്ചാൻ ഇവിടെ ഒന്ന് ലോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് ഇതെന്താണ് ഉദ്ദേശം? ഇവര് ഇതെന്താ മാർജിൻ ഫ്രീ മാർക്കറ്റോ? നമ്മുടെ യസ്നയ പൊളിയാന അടിപൊളി. എല്ലാവരും എവിടെയൊക്കെയാണ്, പക്ഷെ നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടി ടീം നമ്പർ 10 നമ്മുടെ ബ്ലേസിൻ്റെ ആ ഒരു വണ്ടിയാന്ന് തോന്നുന്നു. മച്ചാൻ്റെ ആ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയ സ്റ്റാൽബറിൽ നിന്ന് നൈസായിട്ടൊന്ന് മലയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഒരു എന്താ പറയുക 2 മിനിറ്റോളം ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാവരും ഉറങ്ങിയ പോലെയായിരിക്കും. കാരണം ഈ സോണ് വന്ന് മുട്ടിക്കഴിഞ്ഞാൽ എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഈ സോണ് മുട്ടിക്കഴിയാതെ ഒന്നും നടക്കില്ല. നമുക്കേതായാലും ഡെമോൺ ബാഡ് ബോയ് RJ മച്ചാണ്. RJ ഓക്കെ മച്ചന്മാരെ, ഇവിടെ അടിക്കുള്ള ചാൻസ് ഉണ്ട്. മച്ചന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അടി പൊട്ടാൻ പോവാണ്. നമ്മുടെ ടീം നമ്പർ 50 നമ്മുടെ ഗെയിം ഓവേഴ്സിനെ മച്ചന്മാരെ എടുത്തിട്ടുണ്ട്. ബ്ലേസ് ലോഗി പറന്ന് വണ്ടിക്ക് എടുത്ത് വരുന്നുണ്ട്. ദേ പോകുന്നു തിരിച്ചിട്ട്. വന്നതിനേക്കാൾ സ്പീഡിലാണ് മച്ചാൻ തിരിച്ചു പോയിരിക്കുന്നത്. എനിക്കൊന്ന് ഇവിടെ വല്ല വണ്ടി ഉണ്ടായിരുന്നോ? എവിൽ പവൻ ഇവിടെ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഇടുന്നു, പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ടീം നമ്പർ 50 vs 5 ഇവിടെ അടിക്കുള്ള ചാൻസസ് ഉറപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓപ്പോസിറ്റ് ടീമിന് അറിയില്ല ഇവിടെ എത്ര പേരുണ്ട്. നമ്മുടെ കിറ്റ്കാറ്റ് ഓടി വരുന്നുണ്ട്. അങ്ങനെ അടി കിട്ടാൻ ഇന്നത്തെ ആദ്യത്തെ ഒരു അടി കിട്ടാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ കിറ്റ്കാറ്റിനായിരിക്കും. കിറ്റ്കാറ്റ് വാങ്ങാൻ വേണ്ടി റെഡിയാണ്. നമുക്ക് നോക്കാം ആർക്ക് കിട്ടും. ഞാൻ പറയുന്നത് പറ്റില്ലേ, ശരിയാവില്ലേ? അയ്യോ ഉറക്കം വരുന്നു. അതിന് ടീം നമ്പർ 2 നമ്മുടെ DGXന്റെ ടീം ഇവിടെ നൈസായിട്ട് അടിപൊട്ടി. അപ്പോഴാണ് നമ്മുടെ കിറ്റ്കാറ്റിനൊരു കാര്യം മനസ്സിലായത്, ഇവിടെ ഒരു ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഓടി അങ്ങ് 1 മണിക്കൂർ ആയടേ. ഓക്കെ മച്ചന്മാർക്ക് ഏതായാലും ആ ഒരു എന്താ പറയുക എക്സ്പോസീവ് ആയിരുന്നു. കാരണം ടീം നമ്പർ 5ന് ഇത്രനേരം അറിയില്ലായിരുന്നു ഇവിടെ ഒരു ടീം ഇവിടെ വന്നിരിക്കണ കാര്യം. ഇപ്പം 2 പേര് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം എനിക്കൊന്ന് ഉറപ്പായിട്ടുണ്ടാവും. 2 ഗണ്ണിൻ്റെ ആ ഒരു ഫയറിങ് സൗണ്ട് മാത്രമായിരുന്നു കേട്ടത്. പിന്നെ ഈ വീടിൻ്റെ മുകളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് കുറേ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വീടിന് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വീട് ഈ അപ്പാർട്ട്മെൻറ്റിൽ കയറാൻ പറ്റാൻ അറിയില്ല. പക്ഷേ ഈ അപ്പാർട്ട്മെൻറ്റ് ഷുവറായിട്ട് കയറാൻ പറ്റും. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്, അതായത് ഈ കാണുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് കയറാൻ പറ്റുന്നവർ നമ്മുടെ ഗോഡ് നിക്സിൽ ഹിന്ദിയിലാണ് പുള്ളിക്കാരൻ്റെ യൂട്യൂബർ. എത്രയോ 1.6 മില്യണോ എത്രയോ ആൾക്കാർ ഉണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഒക്കെ അടിപൊളി കൊടുക്കുന്ന വെച്ചാൽ നമ്മുടെ എബിൾ പവൻ ആളെ സ്പോട്ടിൽ വെച്ചിട്ടുണ്ട്. എവിടെ മറ്റാള്? കരയ്ക്കരി നിന്നാലിങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. കാണട്ടെ പച്ചപ്പുക എന്താണ്, നിങ്ങൾ എന്താണ് അടിപൊളി. ഈ പച്ചപ്പുകയ്ക്കുള്ള ചെറിയ ചാൻസ് നമ്മുടെ എബിൾ പവന് നൈസായിട്ടൊരു ചെറിയൊരു പണി കിട്ടാൻ പോവാണ്. അല്ലെങ്കിൽ ഫിൻ ബാലറിനാണോ? ഫിൻ ബാലർ മിക്കവാറും നോക്കാവേണ്ട പണീൻ്റെ എല്ലാവർക്കും പണി കിട്ടാൻ പോവാണ്.
ഇവിടെ ഒരു തീ വന്ന് വീഴുന്നു. തീ വീണില്ല. അപ്പോൾ ശരിക്കും പണി കിട്ടിക്കിടക്കുന്ന ആരെന്ന് വെച്ചാൽ PS 888 PS ആണ്. PSനെ വേറെ ലെവലിൽ അടിക്കുകയാണോ അല്ലെങ്കിൽ ഇറങ്ങി പോകണോ അറിയില്ല. ഫുള്ളി സ്മോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തേലും നടക്കും. മച്ചന്മാർ ഫുള്ള് സെറ്റാണ്. എന്താ വെച്ചാൽ സ്നൈപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ളി സെറ്റായി നിൽക്കുകയാണ്. RG7 എന്നോട് ഏബിൾ പോകാൻ നൈസായിട്ടൊന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. ഇവിടെ PS 888 ആരെയാണെന്ന് നോക്കിയിരിക്കുന്ന അറിയില്ല. മച്ചന്മാർ ഏതല്ലോ ആ സൈഡ് വഴി കണ്ട. അതിനിടെ പ്ലേ സോണിൽ പെട്ട് നമ്മുടെ അനീഷ് ലാൽ വീണിട്ടുണ്ട്. അങ്ങനെ സോൺ ഇവിടെ ചെറുതായിട്ട് ഒന്നുകൂടെ ഷ്രിങ്ക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടീം നമ്പർ 50 നമ്മുടെ എബിൾ പവൻ. ഓക്കെ, പാമ്പ് കിടന്നിട്ട് മച്ചാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് വർക്കൗട്ട് ആവുമെന്നറിയില്ല. പക്ഷേ സോണും സപ്പോർട്ടില്ല. ഏകദേശം 200 മീറ്റർ ഉള്ളൂ. 200 മീറ്റർ ഏകദേശം ഓടി പിടിക്കാവുന്നതാണ്. പക്ഷേ എനിക്കൊന്ന് വണ്ടി എടുത്തിട്ട് പോകാനുള്ള ചെറിയ ഉദ്ദേശത്തിലായിരുന്നു തോന്നുന്നു. ഫിൻ ബാലർ ഓൾമോസ്റ്റ് കയറി അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ RJ മച്ചാൻ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മച്ചാൻ കണ്ടു, സ്പോട്ട് ചെയ്തോന്ന് എനിക്കറിയില്ല. ഓക്കെ, ഓൾമോസ്റ്റ് എനിക്കൊന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ മച്ചന്മാർക്ക് വീണ്ടും പണി കൊട്ടിക്കാൻ അടിപൊളി. നമ്മുടെ ഫിൻ ബാലർ കയറി പോകുന്ന അടിക്കുന്നു, വീഴുന്നു. PS 888 ചാടി കളിക്കുന്ന അവിടെ. രണ്ടുപേര് ഒരുമിച്ചൊക്കെ അടി വാങ്ങാൻ പോയിട്ടുണ്ട്. 2 പേര് ഒരുമിച്ച് അടി വാങ്ങാൻ പോയിട്ടുണ്ട്. എൻ്റെ മോനെ എൻ്റെ മുന്നിൽ നടക്കില്ല. പക്ഷെ അതിനിടയിൽ നമ്മുടെ ഇവിടെ പോകുന്ന നമ്മുടെ കിറ്റ്കാരനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ജമോൺ ബാഡ് ബോയ് നമ്മുടെ TPZ ഷാരോണിനെ അടിച്ചിട്ടു. നമ്മുടെ RJ. ഇനി ഇവിടെ മിക്കവാറും ഈ ഒരു ടീം ഇവിടെ വൈപ്പാവും. എനിക്കൊന്ന് ടീം നമ്പർ 5 ഇവിടെ വൈപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ തീരും. 4-5 പച്ചപ്പൊക്കെ ഇവിടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. വീഴാൻ പോന്നു. വീഴുന്നു. ഫിൻ ബാലർ. എൻ്റെ മോനെ ഫിൻ ബാലർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കിറ്റ്കാരൻ്റെ പച്ചപ്പുക മേസ് പച്ചപ്പുക ഉണ്ടായിരുന്നു അച്ഛന്മാരെ. PS 888 വീണു. PS 888 വീണില്ല. ഇതെന്ത് വീഴില്ലേ? ഒന്ന് വീടാ. ഇല്ല, ഞാൻ പറഞ്ഞത് കള്ളാന്ന് വിചാരിക്കില്ലേ? എൻ്റെ മോനെ, ഇവർക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്. അങ്ങനെ 5 ടീംസും 10 പേരോ ഉള്ളത്. ഓക്കെ, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫിൻ ബാലർ ഞാൻ ഇവിടെ വണ്ടി കാണുമോയെന്ന് അറിയില്ല. ഫിൻ ബാലർ ഹീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഹീൽ ചെയ്തു. ഇവിടെ വണ്ടിയുണ്ട്. ഏകദേശം സോൺ ഇവിടെ ഷ്രിങ്ക് ആയിട്ടുണ്ട്. ഇനി ടീം നമ്പർ 2, 3 എല്ലാവരും അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീണിരിക്കുന്നു. നമ്മുടെ DGX പാന്തറിന്റെ വക നല്ലൊരു സ്പ്രേ. നമ്മുടെ DGX മാഡ് വന്നതും പോയതൊന്നും അറിഞ്ഞില്ല. നമ്മുടെ അതുപോലെ DGX സാൻഡർ വീണിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം ബോയ് നമ്മുടെ DGX സാൻഡറിനെ അടിച്ചിട്ട് ഫ്ലെയിം ബോയ്ക്ക് നല്ലൊരു സ്പ്രേ. നമ്മുടെ DGX പാന്തറിന്റെ വക. പക്ഷെ ഓപ്പണിലായതുകൊണ്ട് മച്ചാനും മിക്കവാറും വീഴുന്നറിയില്ല. ഇങ്ങനൊരു പാമ്പ് കിടത്താൻ എനിക്ക് തോന്നുന്നു DGX മാഡ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഏതായാലും ഡെമോൺ ബാഡ് ബോയ്ക്ക് പറന്ന് വരുന്നുണ്ട്. അവിടെ ഒരു നേരിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വീഴും. പ്ലേസ് ഓൺ പെട്ടെന്ന് നമ്മുടെ ഫിൻ ബാലർ വീണു. PS 888 ഒരു പച്ചപ്പുക കാണാൻ ഞാൻ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഏതായാലും ആ ഒരു മിസ്സാവില്ല. NCK ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. NCK എനിക്ക് രക്ഷപ്പെടുന്നുള്ള ഒരു ചാൻസ് ഉണ്ട്. NCK ഓൾമോസ്റ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നോക്കായി കഴിഞ്ഞാൽ നമ്മുടെ PS 888 വീണിരിക്കും അല്ലേ വീഴാതിരിക്കോ നമുക്ക് നോക്കാം. അപ്പുറത്തേതായാലും നല്ല കറ്റക്കടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കാണുന്നല്ലേ അതിൻ്റെ ഒരു ഭംഗി. DGX സാൻഡറിനെ കില്ല് നമ്മുടെ ഷാഡോ ഏതായാലും കൺഫേം ആയിട്ടുണ്ട്. DGX പാന്തറിന് നമ്മുടെ ഫ്ലെയിം പോയി അടിച്ചങ്ങിട്ടു. നോക്ക് ഓൾമോസ്റ്റ് മച്ചാൻ ഒരു തരി എന്തായാലും എങ്ങനെയും അവിടെ എത്തിയിരിക്കണം. പക്ഷെ 15 സെക്കൻഡേ ഉള്ളൂ. അങ്ങനെ ടീം നമ്പർ ഇവിടെ ബ്ലേസ് ലോക്കി. ഇവിടെ NCK നേരെ ചെന്ന് കയറാൻ പോകുന്നത് ബ്ലേസ് ലോക്കിയുടെ വായിലേക്കാണ്. എല്ലാവരും സോളോ മാത്രമായിട്ടായിരിക്കും. ടീം നമ്പർ 12 മാത്രമായിരിക്കും ബാലൻസ്. അങ്ങനെ
PS റിപ്ലൈ PS എൻ്റെ മോനെ പച്ചപ്പൊക്കെ മിസ്സായിട്ടില്ലല്ലോ. നമ്മുടെ NCK ഓടി പോകുന്നുണ്ട്. നമ്മുടെ ബ്ലേസ് ലോഗ് ഇതേ അടിച്ചിരിക്കുന്നു. അടിപൊളി അടിച്ചിരിക്കും. അവിടെ ബ്ലേസ് ലോഗ് 1 HP മച്ചാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് ടീമും 4 പേരും, അതായത് 3/1 1/3 ക്ലച്ച് ഇവിടെ നടക്കും. ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും, കാരണം ഈ ഒരു ഇതത്ര. പക്ഷെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ലാസ്റ്റ് മാൻ ഏകദേശം ഇവിടെ നിന്നാണ് ഫയറിങ് ഉണ്ടായിരുന്നത്. ഉറപ്പായിട്ടും സ്പോട്ട് ചെയ്യും. നല്ല ഗെയിം പ്ലേ ആയിരുന്നു ടീം നമ്പർ 12 നേടൊക്കെ ഇട്ടിട്ട്. നേടാണോ സ്മോക്കാണോ അറിയില്ല. ഓക്കെ മച്ചന്മാർ ഈ വീടൊക്കെ എന്താ പറയുക, ഫുള്ളി സ്മോക്കൊക്കെ ഇട്ട് നിറക്കാണ്. ടോട്ടൽ ടീം കിൽസ് മച്ചന്മാർ 7 കില്ലായി മച്ചന്മാർ. ഏതായാലും നല്ലൊരു ഗെയിം പ്ലേ. വീണ്ടും നമ്മുടെ ബ്ലേസ് ലോഗിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അടിപൊളി. വണ്ടി വന്നിറങ്ങുന്നു, തീരുന്നു. ഗെയിം ഇവിടെ തീരാൻ പോകുന്നു. അടിക്കുവോ? മിണ്ടാതിരിക്കാണ്. പാമ്പിനെ പിടിക്കാൻ പറ്റുമോ? അടിപൊളി, കണ്ടു. പാമ്പിനെ കൊന്നു. അങ്ങനെ പാമ്പ് പിടുത്തക്കാരായി നമ്മുടെ ടീം. നമ്മുടെ ലീഗ് ക്രൂ മച്ചന്മാർ ഇന്നത്തെ ചിക്കൻ. ആൾക്കാർ കുറവേ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ കളിച്ചു. പിന്നെ അതുപോലെ സപ്പോർട്ടീവായിട്ട് ടീം നമ്പർ 10 മച്ചാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ സോണിൽ പെട്ട് മരിച്ച ടീം നമ്പർ 5 മച്ചന്മാർക്കും എന്താ പറയുക, ആദരാഞ്ജലികൾ നേരുന്നു. കുറേ ആൾക്കാർ സോളോ ആയിരുന്നു, എന്നാലും മാക്സിമം സപ്പോർട്ട് ചെയ്ത എത്തിയോണ്ട് വളരെ എന്താ പറയുക നന്ദി പറയണ്ട അച്ഛന്മാരോട്. എല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് എടുത്തില്ല, പിന്നെ അതൊരു വിഷമല്ലേ. അന്നൊരു ദിവസം ഓർമ്മിക്കാതെ നെക്സ്റ്റ് അങ്ങ് അടിച്ചു പോയി. ഇപ്പോഴാണ് ഓർത്തത് പിന്നെ ഇതിൻ്റെ റിസൾട്ട് എടുക്കാണ്ടായിരുന്നു. ഏകദേശം 2 പേരെ എനിക്ക് എടുത്തിരുന്നു, പക്ഷേ ഇതിന് ശേഷം ഓർമ്മിക്കാതെ അങ്ങ് പോയി. ഏതായാലും മച്ചാന്മാർ ഇന്ന് പോച്ചിങ്കി ഏതായാലും കളറാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ ടീംസ് ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കണ്ടായിരുന്നു. നല്ലൊരു ഗെയിം പ്ലേ നടന്നു അവിടെ. ലാസ്റ്റ് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിലും എന്താ പറയുക, അച്ഛന്മാരങ്ങ് അടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന്മാരെ ഇനി അധികം പറഞ്ഞതാലും ബോറിങ് ആക്കണില്ല. എന്തൊക്കെയാണ് വന്നുകൊണ്ടിരിക്കണേ. എനിവേ ഞാൻ ഇവിടെ വാങ്ങുന്നു. നാളെ കാണാം വീണ്ടും. സ്റ്റേ ട്യൂൺ.